പിന്നെ ശിവ. ഹലോ, അപ്പം വെൽക്കം ബാക്ക് ടു സദാശിവ വ്ലോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു ഫുഡ് വ്ലോഗായിട്ട് അറിയിക്കുകയാണ്. അനദർ ഫുഡ് വ്ലോഗ്, ഫുഡ് ആൻഡ് ട്രാവലിംഗ്. ഇടയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വിഴിഞ്ഞം. നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. നമ്മൾ ഇന്ന് എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ അടുത്തടുത്തുള്ള ഷോപ്പുകളിലല്ല പോകുന്നത്, റെസ്റ്റോറൻറ്റിലല്ലേ. നമുക്ക് ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട് അല്ലേ? ഏകദേശം ഒരു 17-20 അല്ലേ? 17-18 കിലോമീറ്റർ ഉണ്ട്. അത്രയും കിലോമീറ്റർ ഉണ്ട്. നമ്മളിന്ന് പോകാൻ പോകുന്ന ഹോട്ടൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ട്രിവാൻഡ്രംകാർക്ക് മാത്രമല്ല, കേരളത്തിലുള്ള മിക്കവർക്കും അറിയാം. സീ ഫുഡ് ലവേഴ്സിന് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു ഹോട്ടലാണ് വിഴിഞ്ഞത്തുള്ള ഉസ്താദ് ഹോട്ടൽ. ആ ഉസ്താദ് ഹോട്ടലല്ല, പക്ഷെ ആ ഉസ്താദ് ഹോട്ടലിന് തന്നെ ആംബിയൻസ് ഉള്ള വേറൊരു സീ സൈഡ് റെസ്റ്റോറന്റ് ആണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ഒരു ഹോട്ടലല്ലേ? അതെ അതെ, നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള ഹോട്ടലാണ്. അപ്പോൾ നമ്മളതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഇതെടുത്തു, ഒരു ഓവറോൾ ഒരു റിവ്യൂ എടുത്തു. നല്ല ഹോട്ടലാണ്, നല്ല സീ ഫുഡ് ഐറ്റംസ് കിട്ടും. ഉസ്താദ് ഹോട്ടൽ മാത്രമല്ല, വിഴിഞ്ഞത്ത് ഉസ്താദ് ഹോട്ടലിൻ്റെ അടുത്ത് ഒരുപാട് നല്ല സീ ഫുഡ്സ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നല്ല ഫ്രഷ് സീ ഫുഡ്സ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതെ, നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡിൻ്റെ പരിപാടി തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളടുത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടൽ. അതെ അതെ, കുറച്ച് ഹോട്ടൽസ് റെക്കമെൻഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഹോട്ടലാണ് ഉസ്താദ് ഹോട്ടൽ. അപ്പം അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ പിന്നെ അറിയിക്കാം. ഇപ്പം നിലവിൽ നമ്മൾ ഒന്നും അറിയില്ല, റേറ്റോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ ഉസ്താദ് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഒരു കാര്യം കൂടെ പറയാം, ഇന്നും ഞങ്ങൾക്ക് ഷൂട്ടില്ല. അല്ല, ഇത് നമ്മളിങ്ങനെ ഉസ്താദ് ഹോട്ടലിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഇത്തിരി കുറച്ച് ടൈം വേണം നമുക്ക് ട്രാവൽ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലും കാര്യങ്ങളും ആയതുകൊണ്ട് എന്തായാലും ബ്രേക്കുള്ള ഒരു ദിവസം തന്നെ പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. ഇത്രയും ദൂരം ഉള്ളത് കൊണ്ട് നമുക്ക് ബ്രേക്കുള്ള ദിവസം മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അല്ലാത്തപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നൈറ്റ് ആവും. നൈറ്റ് പിന്നെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഉച്ചയ്ക്കാണല്ലോ അവിടുത്തെ മെയിൻ അല്ലേ? അതെ, അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് പോലെ തന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡ് അടിക്കാൻ, അതും സീ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലതാ പിന്നെ ശിവ. അപ്പം നമ്മൾ സദാശിവ കൂടി ഞങ്ങൾ ഒരുമിച്ച് പോവാണ്. നമ്മളപ്പോൾ നിങ്ങളുടെ കൂടി വായോ, എന്തായാലും നമുക്ക് അവിടെ ഒരുമിച്ച് കാണാം. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോയി ഞങ്ങളിപ്പോൾ നിയമല്ലേ അല്ലല്ല പാപ്പനംകോട് എത്തിയിരിക്കുകയാണ്. പാപ്പനംകോട് സിഗ്നൽ ആദ്യത്തെ വണ്ടിയായിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞു. പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും ഇല്ല അല്ലേ? ട്രാഫിക് ഇല്ല, ഉച്ച സമയമാണ്ട് വലിയ ട്രാഫിക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നല്ല തിരക്കുണ്ടായിരിക്കും എന്നാണ്. ഉസ്താദ് ഹോട്ടലിൽ സത്യം പറഞ്ഞ ഷൂട്ടിന് വരുമ്പോ നമ്മള് ഡേറ്റും ഈ പറഞ്ഞ പോലെ ഡേറ്റും ദിവസങ്ങളും ഒക്കെ മറന്നു പോകും. ഒന്നും അറിയാൻ മേലാത്ത പോലെ ആയിപ്പോവും. ശരിക്കും എന്താ ചെയ്യാ, നീ നോക്കി, ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. സത്യം ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഒരു കൊടുത്തു സത്യം പറഞ്ഞാ നാട്ടിലുണ്ടായിരിക്കുമ്പോണ്ടല്ലോ, ഞായറാഴ്ചയൊക്കെ ആകുമ്പത്തേനും പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോവുക. നമുക്ക് ദിവസങ്ങൾ മനസ്സിലാവും. ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ഡേ ഇല്ല കേട്ടോ ശരിക്കും അമ്പലത്തിൽ പോകാൻ. മെയിൻലി ഈ പറഞ്ഞ ശനിയാഴ്ചകളില് സാധാരണ അമ്പലത്തിൽ പോവാറുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ വിശേഷ ദിവസങ്ങള് ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഞങ്ങള് ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും നമ്മള് പള്ളിയിൽ പോകും കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ദിവസങ്ങളെ പറ്റി ഒരു കണക്കുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി കേട്ടാ. കാരണം നമ്മള് കൂടുതൽ ടൈം ഈ ഷൂട്ടിന് രാവിലെ പോയാൽ രാത്രി വരുന്നു. പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് വരുമ്പോഴേ ദിവസത്തിനൊന്നും നമുക്ക് ശനിന്നില്ല, ഞായർന്നില്ല, നല്ല ദിവസങ്ങളില്ല, ഓണമില്ല. പക്ഷെ ഇതിനൊക്കെ ഓണമൊക്കെ നിങ്ങൾ മറ്റേ നമ്മുടെ ചങ്കിന്റെ ആശിഷ് കണ്ണന്റെ വ്ലോഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓണം എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ കളികളെ, സദ്യ, എല്ലാവരും സദ്യ കഴിക്കുന്നത് എല്ലാം കണ്ടിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ഉസ്താദ് ഹോട്ടലിലേക്ക്. ഈ കാണുന്നതാണ് നമ്മുടെ ഉസ്താദ് ഹോട്ടൽ. അപ്പം നമ്മള് ഉസ്താദ് ഹോട്ടലിൽ വണ്ടി പാർക്ക് ചെയ്തു, ഇറങ്ങാൻ പോണം. ഡോർ ജസ്റ്റ് തുറന്നു, നല്ല ഫിഷിന്റെ സ്മെല്ലൊക്കെ അടിച്ച് കയറി വരുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്, നല്ല കയറിയ സാധനം. ഉസ്താദ് ഹോട്ടലിന്റെ സെറ്റപ്പ് നിങ്ങളെ കാണിക്കാം. ഓക്കെ, രക്ഷയില്ലാത്ത സ്മെല്ലേ. നൈറ്റ് ആകുമ്പോ തന്നെ നമ്മൾ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഗുമ്മായിരിക്കും. കണ്ടാ എങ്ങനെ കയറല്ലേ? തിരക്കൊക്കെ കുറവാട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ വന്നപ്പം ഇപ്പം ഏകദേശം സമയം
1:30. നല്ല അത്യാവശ്യം തിരക്കൊക്കെ കുറവാണ്. എന്തായാലും കയറി നമുക്ക് കഴിക്കാം, ഫുഡ് കഴിക്കാം. നോക്കട്ടെ. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കരിമീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരിമീൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അല്ലേ? കൈ ഇത് എത്ര ഉണ്ട്? കാലും വലിപ്പുണ്ട്. പിന്നെ സ്ക്വിഡ്, കണവ. പിന്നെ നമ്മുടെ പ്രോൺസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് പുട്ടും പൊറോട്ടയും. അത് ഞങ്ങൾ ആദ്യം അപ്പമാണ് ഓർഡർ ചെയ്തത്. പക്ഷെ അപ്പം ഇത് ഇത്ര കൂടെ ഉള്ളൂ, കുഞ്ഞപ്പം. അപ്പോൾ പുട്ട് പൊറോട്ടയും ഇത് പറഞ്ഞ ഗ്രേവി വന്നിട്ടുണ്ട്. ഇത് തലക്കറി ഇട്ടുണ്ടാക്കുന്ന ഗ്രേവിയാണ്. ഇവിടെ തുടങ്ങണം എന്നാണ് സത്യം പറഞ്ഞത്. നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മീൻ തന്നെ തുടങ്ങാം. കിട്ടുന്നില്ലടാ, നല്ല ചൂട്. നീ ആ പൊടിയും കൊടുത്ത് സവാള ഇത്തിരി പൊടി വെച്ചിട്ട് ചാമ്പിക്കൂ. എങ്ങനെയുണ്ട്? അടിപൊളി. നല്ല എരിവുണ്ട്. നമ്മുടെ ആ പൊടിയുടെ പിഴിഞ്ഞത്തെ അറിയാലോ സ്പെഷ്യല്. മീൻ സൂപ്പർ സാധനം. നല്ല ഫ്രഷ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല ഫ്രഷ്, നല്ല ചൂട്. അതിലൂടെ മസാലയും ഇട്ടില്ല. കൺഫ്യൂഷൻ വേണ്ട, ഒരെണ്ണം കൂടെ എടുക്കുക. അത് കടിച്ചു പൊളിക്കണം. കണവ നല്ല ചൂടിട്ടാ. കണവ റവറ. ഒരു ഓഷ്യൻ ഫ്ലേവർ അടിപൊളി അല്ലേ? മറ്റേ കണവയുടെ പ്രത്യേകത ഉണ്ടല്ലോ, ആ ചവയ്ക്കേണ്ട സാധനം ഉണ്ടല്ലോ, അത് തന്നെ. നന്നായിട്ട് പാകത്തിന് കുക്കായിട്ടുള്ള കാരണം കൊണ്ട് ഒരുപാട് നമ്മുടെ ചവയ്ക്കണ സംഭവം ഇല്ല. അതവിടെ വെച്ചിട്ട് അടുത്ത് നോക്കി. എന്നിട്ട് എനിക്ക് നോക്കാം, എൻ്റെ വായിലെ വെള്ളം കാരണം എനിക്കിപ്പം കഴിക്കേണ്ടി വരില്ല, വിശപ്പ് തീരും. അത് നീ പൊളിച്ച് കഴിക്കും. ഇത് നമുക്ക് ഇതാ അത്യാവശ്യം വലിപ്പുണ്ട്. ഇങ്ങനെ പൊളിച്ചിട്ട് എല്ലാം നല്ല ചൂടാണ്. ഞങ്ങൾ മതിക്കേണ്ട പോലെ കിട്ടി. മോനെ ഒന്നും പറയാനില്ല. തൃപ്തിയായ നീ കഴിച്ചു അപ്പൊ ബിബി നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നീ ഇവിടെ നിന്ന് തുടങ്ങി കൊഞ്ചി തുടങ്ങി. നല്ല കിടിലം അല്ലേ? ടൈഗർ കിട്ടിയാ അങ്ങനെ പൊളിച്ച് അവനെ അങ്ങോട്ട് എടുത്താൽ 2 കൈ കൊണ്ട് കഴിക്കണം എന്നാണ്. ഇതൊക്കെ 2 കൈ കൊണ്ട് കഴിക്കണം. നല്ല പുട്ട് പോലത്തെ നല്ല സ്വീറ്റ്. അതായത് പ്രോൺസ് എപ്പോഴും സ്വീറ്റ് ആയിരിക്കും. നല്ല ഫ്രഷ് ആണെങ്കിൽ നല്ല സ്വീറ്റ് ഫ്ലേവർ ആയിരിക്കും പ്രോൺസിനുണ്ടാവുക. അടിപൊളി സാധനം. അടുത്തത് മൈ ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് കണവ, കൂന്തൽ, സ്ക്വിഡ്. എവിടെ പോയാലും അവൻ ഈ സാധനം ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യുന്നത് അല്ലടാ. അടിപൊളി. ഓവറായിട്ടുള്ള അത്രയും തീരുന്നില്ല, പക്ഷെ പിന്നെ ചവയ്ക്കാനുണ്ട്. പക്ഷെ അത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടല്ലോ. അത് വലിയ കണവ പീസാക്കണം. വളരെ ടേസ്റ്റ്, എ ക്ലാസ് ടേസ്റ്റ്. കരിമീൻ നോക്കട്ടെ. എരിവുണ്ടടാ? കരിമീൻ എനിക്ക് എന്തായാലും ഇഷ്ടവും. കാരണം ഇവന് ഒത്തിരി എരിവ് ഇഷ്ടമുള്ള ഒരാളാണ്. നോക്കട്ടെ. ആ പൊടി എടുത്തില്ലേ എൻ്റെ? എങ്ങനെയുണ്ട് എരിവൊക്കെ? കൊള്ളാല്ലേ?
ഇഷ്ടമായില്ലേ? ഭാഗത്തുള്ള എരിവ് നോക്കിയാൽ കണ്ടിട്ടുണ്ടാവും. ചില്ലി ഫ്ലേക്സ്, അതായത് മുളക് ചതച്ചതും അരച്ചതും പൊടിച്ചതുമായിട്ടുള്ളതാണ്. അടിപൊളി കിട്ടുന്ന സാധനം. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഒരു പൊറോട്ടയൊക്കെ എടുത്ത് ഒരു നേരം പറയട്ടെ, ഇതെല്ലാം ഡീപ്പ് ഫ്രൈഡ് ആണ്, എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ്. തവ ഫ്രൈ അല്ല, എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റാണ്. അടിപൊളി. പൊറോട്ടയ്ക്കും പുട്ടിനും വിഷമാവും. പൊറോട്ടയ്ക്കൊക്കെ വിഷമാവും എന്ന് പറയാം. അതേ പൊറോട്ട അതിനൊന്നും ആദ്യം ഒരു പ്രോൺസ് വെച്ചിട്ട് ഫിഷിൻ്റെ ഗ്രേവി, തലക്കറി ഇട്ട ഗ്രേവി, മോനാ സെറ്റ് സാധനം അല്ലേ? അടിപൊളി. അപ്പോൾ ഞാനെന്നാ പുട്ടുമ്പേക്ക് കിടക്കട്ടെ. നല്ല ചൂടുള്ള പുട്ടാണ്. പുട്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട്. തലക്കറിയുടെ ചാറാണത്. എന്താ വെക്കണേ? ഇതിൻ്റെ കൂടെ നമുക്ക് വെക്കാനുണ്ട്. എൻ്റെ എപ്പോഴും ഫസ്റ്റ് ഞാൻ പറയില്ല, മീൻ വയ്ക്കാൻ കണ്ണും മീൻ വയ്ക്കാൻ പോവാ. കണ്ണും കൈയ്ക്ക് മീൻ വയ്ക്കാറില്ല. വെച്ചങ്ങട് അടിപൊളി. ഒന്നും പറയല്ല. എല്ലാത്തിനും അത്യാവശ്യം നല്ല സ്പൈസിയാണ് എല്ലാം. ഈ ഗ്രേവി തന്നെ ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല സ്പൈസിയാണ്. എന്തായാലും ഇനി ഞങ്ങളൊന്ന് തീർക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് വിശേഷം പറയാം. അപ്പോൾ നമ്മൾ ഉസ്താദ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാണെങ്കിൽ നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം, വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. നെഗറ്റീവ് ഒന്നും പറയാനില്ല. എന്താ പറയുക, നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റിയാണ്. തിരക്ക് നിങ്ങൾ കണ്ടല്ലോ, തിരക്ക് നിങ്ങൾ കണ്ടല്ലോ, നല്ല തിരക്കാണ്. വണ്ടികളൊക്കെ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ സമയമാണെങ്കിലും വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിച്ച എല്ലാ ഭക്ഷണവും ഒന്നിനൊന്ന് മെച്ചം. സൂപ്പർ ഫുഡാണ്. പിന്നെ നമ്മൾ റേറ്റിൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ ഓവർ പ്രൈസിംഗ് ഒന്നുമില്ല. നമ്മൾ കഴിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതെല്ലാം കൂടെ നമ്മൾ 1200 രൂപ ആയിട്ടുള്ളൂ. കാരണം അത് സീ ഫുഡാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതെ. സീ ഫുഡിനെ കുറിച്ച് കുറച്ച് എക്സ്പെൻസ് ആണ് ഉണ്ട്. അത് അടുത്തുള്ളവർ വരിക, ഇഷ്ടം പോലെ ഫുഡ് കഴിക്കുക. സ്പേസിങ് കുറച്ചുകൂടെ ആവായിരുന്നു. കുറച്ച് ആൾക്കാർ നമ്മളെ ക്യൂ ഉണ്ടായിരുന്നു, വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ സ്പേസിങ് ആവായിരുന്നു. മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റപ്പ് ചെയ്താൽ മുകളിലൊരു ഇതാക്കാവുന്നതേ ഉള്ളായിരുന്നു. അത്ര ആൾക്കാർ വരുന്നുണ്ട്. നല്ല ആൾ വരുന്നുണ്ട്, നല്ലോണം ആൾക്കാർ വരുന്നുണ്ട്. ഫോറിനേഴ്സ് ആണ് ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം ഇതൊരു സീസൈഡ് ആയതുകൊണ്ട് ഫോറിനേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. എന്തായാലും നല്ല ഫുഡ്. അടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റട്ടെ. അപ്പം എന്താ പറയുക, ഇതിനെ പറ്റിയിട്ട് ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നൊന്ന് ട്രൈ ചെയ്തു. അതെ, ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യുന്നത് നൈസാണ്. അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സൈഡിലൂടെ വിഴിഞ്ഞം പോർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയല്ലേ. കടൽ കണ്ട് മടുക്കില്ല. കടലിലും ലാലേട്ടനെയും അതുപോലെ വേറെ ആന കടലിലാണ്. എടാ, ഇതാണ് വിഴിഞ്ഞം പോർട്ടിലേക്കൊന്നും എഴുതില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും ഫുള്ള് സീ ഫുഡ് കിട്ടുന്ന കടകളാണ്. രാത്രിയിലൂടെ ഗംഭീര ആംബിയൻസ് ആണ്. ഇവിടെ നൈറ്റേ തുറക്കുള്ളൂ. പക്ഷെ അത് ഇതുണ്ടോ, ഈ ലെഫ്റ്റ് റൈറ്റ് ഫുള്ള് എല്ലാം സീ ഫുഡ് കിട്ടുന്ന കട. മാത്രമല്ല മുകളിലൊക്കെ സീറ്റിംഗ് ഉണ്ട്. നമുക്ക് കടലിലെ ഒരു വ്യൂ കണ്ടിട്ട് കഴിക്കാം. ഇതൊന്നും ഓപ്പൺ അല്ല, ഇപ്പൊ ഒന്നും ഓപ്പൺ എല്ലാം വൈകിട്ട് ചിലപ്പോ അതും കൂടി കൊണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ഉസ്താദ് ഹോട്ടലിൽ ഇത്രയും ഈ നേരത്തെ ഒരു തിരക്ക് അല്ലേ. അതെ. ഇതിപ്പം ഫ്രണ്ടില് ബോട്ടുകൾ കൊണ്ട് ഇട്ടിരിക്കുന്നതും മീൻ ലേലമൊക്കെ വിളിക്കുന്നത് ഇവിടെയാണ്. ആ കാണുന്നതാണ് വിഴിഞ്ഞം പോർട്ട്, അദാനി പോർട്ട്. അയ്യോ, ഞാൻ ആദ്യമായിട്ട് വരുന്നത്. കൊള്ളാം. നമ്മള് വിഴിഞ്ഞം എന്താ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് മീൻ കൊണ്ടിട്ട് ലേലം ചെയ്യുന്ന സ്ഥലമാണ്. മീൻ കൊണ്ടുവന്നിട്ടിട്ട്
ഇങ്ങനെ ലേലം നടന്ന സ്ഥലമാണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാം വള്ളങ്ങളൊക്കെ അടുക്കി നല്ല സെറ്റായിട്ടിട്ടുണ്ട്. ആ കണ്ട നിറച്ച് വള്ളങ്ങൾ. അപ്പുറത്തെ കരയിൽ എനിക്കൊന്ന് പള്ളിപ്പെരുന്നാൾ എന്ന സംതിങ് നടക്കുന്നു, നല്ല തിരക്ക്. അപ്പുറത്തെ കര കണ്ടോ, തിരക്കുണ്ടോ? അതായത് അത് ക്രിസ്ത്യൻ പള്ളിയും ക്രിസ്ത്യൻ ആൾക്കാർ ഭൂരിപക്ഷമുള്ള കരയാണ് അത്. പിന്നെ നമ്മൾ വന്നപ്പോൾ കണ്ട ആ ഒരു പള്ളി ഞാൻ നേരത്തെ എടുത്ത പേജിൽ കാണാം. ഇത് നമ്മുടെ മുസ്ലിം പള്ളിയും ഇതൊക്കെയാണ്. അത് ക്രിസ്ത്യൻ പള്ളിയും. ഒരു ഒരു വെളുപ്പിന് സമയത്തൊക്കെ ഒരു 3 മണി 4 മണി 5 മണി സമയത്തൊക്കെ കൂടെ വരുവാണെങ്കിൽ അതെ അല്ലേ? അതെ അതെ, ഇത് കണ്ടില്ലേ നിങ്ങൾ മൊത്തം ആൾക്കാരെ സൂം ചെയ്ത് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയില്ല. നല്ല തിരക്കുണ്ട്. എനിക്കൊന്നും മരണം എന്തോ തോന്നുന്നു, ഫ്ലെക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വിഴിഞ്ഞം പോർട്ട്. എന്താ പോർട്ടിൻ്റെ വിഷ്വൽസാണിത്. കടലില് പോയിട്ടുണ്ടോ ഈ വണ്ടിയിൽ? ഇല്ല, ഒരു ഷിപ്പ് വന്ന് കിടപ്പുണ്ടല്ലേ. എന്താ എത്ര കൊല്ലത്തെ പരിശ്രമം അല്ലേ ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട്. കണ്ട ഇതിങ്ങനെ ഉണ്ട്. ഇവിടെ ഉണ്ടൊരു പള്ളി. ഗിരി നല്ല വെയിലല്ലടാ, നല്ല വെയില്. അല്ലേ നമ്മൾ രാവിലെ കൂടെ വരികയാണെങ്കിലേ വെളുപ്പിനൊക്കെ വരികയാണെങ്കിൽ പറഞ്ഞ പോലെ നല്ല തിരക്കും ആൾക്കാരും മീനിന്റെ തിരക്കായാലും കടലിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ തിരക്കായാലും അല്ലേ? അതെ അതെ ഒക്കെ കാണായിരുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു ദിവസം വരാം എന്തായാലും. എന്നാലും ഇപ്പം ഈ വെയിലത്തിനോട് മാറാം അല്ലേ? ഓക്കേ. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ, കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. അപ്പൊ നമ്മള് എന്തുകൊണ്ട് വന്നു, എല്ലാം അകത്തുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുഡ് അടി നമ്മൾ വിഴിഞ്ഞത്ത് ഉസ്താദ് ഹോട്ടലിൽ അടിപൊളിയാക്കി. ഇപ്പൊ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, മീൻ തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതെ, ഇന്നും നമ്മൾ നെഗറ്റീവ് ഒന്നും പറയാത്തൊരു വീഡിയോ ആണ്. കാരണം കൊള്ളായിരുന്നല്ലോ, നല്ല ഭക്ഷണമല്ല, നല്ല അടിപൊളിയായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് കാരണം അവിടെ വരുമ്പോൾ അറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, ഫുഡ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ആൾക്കാരുടെ ആ ഒരു കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫേസും കഴിച്ച് കഴിഞ്ഞിട്ടുള്ള അവരുടെ റിയാക്ഷനും നമുക്ക് ഊഹിക്കാം. ഒരുപാട് പേര് നല്ല ഭക്ഷണമാണ് കൊണ്ടുവരുന്നവരോടൊക്കെ പറയുന്നുണ്ട്, എടുക്കുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടും. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടല്ലേ, മെയിൻ ഇമ്പോർട്ടന്റ് കാര്യമായിരുന്നു. അതെ, ചെയ്യാത്തവരാണെങ്കിൽ ആ കുഞ്ഞ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയിട്ട് ഒന്ന് പൊട്ടിക്കുക, ബെല്ലൈക്കൺ ഇങ്ങനെ അടിക്കണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കമന്റുകൾ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അതല്ല ഇവിടെ ഞങ്ങൾ ഇതുവരെ പോവാത്ത എന്തെങ്കിലും ഹോട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തന്നോളൂ. നിങ്ങളായാലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മീറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നല്ലേ അല്ലേ? ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അതെ അതെ അതെ. അയ്യോ, നമുക്ക് വേണം പോസ്റ്റ് ഇരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു സ്ഥലമായിട്ട് വീണ്ടും സദാശിവ വ്ലോഗ്സ് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അല്ല സദാ പിന്നെ ശിവ. അപ്പൊ ഇനി സന്ധിക്കും വരേക്കും അല്ല സദാ പിന്നെ ശിവ.